എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് നവംബർ 19 ബുധനാഴ്ച. മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്നൊരു ശുഭസൂചകമായി പര്യവസാനിച്ചിരിക്കുകയാണ്. എല്ലാ ഇൻഡെക്സുകളും പരമാവധി ഗ്രീനിൽ ക്ലോസ് ചെയ്തു. മാത്രമല്ല 26,000 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ലെവലിന് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഇനിയും ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യ സമയങ്ങളിൽ കുറച്ചൊരു സ്ലോ മൂവ്മെന്റ് ആണെങ്കിലും കൂടി തന്നെ പിന്നീട് നല്ല ഒരു മൊമെന്റമാണ് കാഴ്ചവെച്ചത്. ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ഡീലിംഗിന്റെ എൻഡ് ടൈമോട് അടുക്കുകയാണല്ലോ. 21 കൂടിയിട്ട് തീരുമാനമാകും. എന്നാൽ അത് നമ്മുടെ രാജ്യത്തിന് പോസിറ്റീവായിട്ടുള്ള ഫലമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടും നമ്മൾ മാർക്കറ്റിന് ഇന്ന് നല്ലൊരു റാലി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെന്റിമെന്റ്സോട് കൂടി ഇന്ന് റാലി നടത്തിയിട്ടുണ്ട്. മാത്രമല്ല യൂണിയൻ കൊമേഴ്സ് മിനിസ്റ്ററുടെ അൺകവറേജബിൾ കമന്റ്സുകളുടെ ഫലമായി ലാർജ് ക്യാപ് ഓഹരികളും ഇന്ന് നല്ല റാലിയാണ് നടത്തിയിരിക്കുന്നത്. ഇനി US ലേബർ ഡാറ്റയും കറൻസി ടെയിൽ വിൻഡുകളും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് മന്ത്, അതായത് ഡിസംബർ 11 ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്ന ഒരു പ്രതീക്ഷയും കൂടെ IT സെക്ടറുകളെ ഉണർത്തി. അതേസമയം ലയനവുമായി ബന്ധപ്പെട്ട ന്യൂസുകളും അണ്ടർഫ്ലൈൻ മെച്ചപ്പെടുത്തുകയും പൊതുമേഖലാ ബാങ്കുകളെയും നേട്ടത്തിലേക്ക് എത്തിച്ചു. കൂടുതൽ നയ സൂചനകൾക്കായി ഇനി നാളത്തെ FOMC മിനിറ്റുകളിലേക്ക്. എന്നാൽ ഇവിടെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, 2024 സെപ്റ്റംബറിലാണ് നിഫ്റ്റി 26,000 എന്നുള്ള ഒരു റേഞ്ചിലേക്ക് എത്തിയത്. പിന്നീട് 2025 ഒക്ടോബറിൽ വീണ്ടും ആ ഒരു സോണിലേക്ക് വന്ന് എത്തി നോക്കുകയും വീണ്ടും ഈ നവംബർ മാസത്തിൽ 26,000 എന്നുള്ള ഈ ഒരു കടമ്പയെ മറികടക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും 26,086 അല്ലെങ്കിൽ 26,090 എന്നുള്ള ഈ ഒരു പ്രധാന ഏരിയ, ഈ ഒരു സോൺ നല്ല ബുള്ളിഷോട് കൂടിയിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റാലി 26,150 കൊണ്ടെത്തിച്ചേക്കാം. അവിടെ നിന്നും 26,250 അതിനും ഒടുവിൽ 26,300 350 ആ ഒരു റേഞ്ചിലേക്കൊക്കെ എത്താനുള്ള സാധ്യത ഈ നവംബർ മാസത്തിൽ തന്നെ നമുക്ക് കാണാൻ. ഈ ടെക്നിക്കലി സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. കാരണം ഒരുപാട് തവണ, അതായത് 8 പ്രാവശ്യത്തോളം 8 തവണയാണ് 26,000 എന്നുള്ള ഒരു സോണിൽ വന്ന് നിഫ്റ്റി താഴത്തേക്ക് തന്നെ പോയിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഈ ക്ലോസിംഗ് വളരെ പോസിറ്റീവായ 26,050 26,052 എന്നുള്ള ഈ ഒരു റേഞ്ചിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോട് കൂടിയിട്ട് നിഫ്റ്റി നാളെ ട്രേഡിംഗ് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും 26,150 26,250 എന്നുള്ള റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 26,000 എന്നുള്ള ഈ ഒരു ഏരിയയായി മാറിയിരിക്കുകയാണ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ് പറയുന്നത്. അതിന് താഴെ 25,900 25,850 എന്നിങ്ങനെ സപ്പോർട്ട് സോണുകളാണ്. അതിൽ തന്നെ 25,850 എന്നുള്ളത് ഒരു ഡബിൾ സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ആ ഒരു ഭാഗത്തേക്ക് ഇനി ഈ മാസം വരില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 142 പോയിന്റാണ് ഉയർന്നിരിക്കുന്നത്. 142 പോയിന്റിലാണ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 26,052. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 513 പോയിന്റ് പോസിറ്റീവിലാണ്. അത്യാവശ്യം നല്ല നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 85,186 എത്തി നിൽക്കുന്നു. ബാങ്ക് നിഫ്റ്റി വീണ്ടും ഇന്ന് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 317 പോയിന്റ് പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 59,216 എന്നുള്ള റേഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.21% മാത്രമാണ് നേട്ടം ഉണ്ടാക്കിയത്. സ്മോൾ ക്യാപ്പ് 0.43% ഇടുകയാണ് ചെയ്തിരിക്കുന്നത്. സെക്ടറൽ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT 2.9% പോസിറ്റീവിലാണ്. നിഫ്റ്റി ബാങ്ക് 1.16% ഉയർന്നു. നേരെ മറിച്ച് നിഫ്റ്റി റിയാലിറ്റി അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവ ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിലെ 50 സ്റ്റോക്കുകളിൽ മാക്സ് ഹെൽത്ത് കെയർ, അതുപോലെ HCL ടെക്നോളജി, ഇൻഫോസിസ്, വിപ്രോ, TCS എന്നിവ ഇന്ന് കൂടുതൽ നേട്ടമുണ്ടാക്കിയപ്പോൾ ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ കോൾ ഇന്ത്യ, മാരുതി സുസുക്കി, ബജാജ് ഫിനാൻസ്, ഹിൻഡാൽകോ എന്നിവ ഇന്ന് കൂടുതൽ നഷ്ടമുണ്ടാക്കിയ സ്റ്റോക്കുകളിൽ ഉൾപ്പെടുന്നു.
ഇനി നമുക്ക് ഇന്നലെ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഇന്ന് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റി 59,110 മുകളിലാണ് എൻട്രി പറഞ്ഞിരുന്നത്. 59,110 അവസാന നിമിഷത്തിൽ, അതായത് 2 മണിക്കാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കണ്ടിന്യൂ അപ്സൈഡിലേക്ക് തന്നെ പോയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ കഴിഞ്ഞു. എൻട്രി എടുത്ത് നമുക്ക് 140 പോയിന്റോളം റാലി ബാങ്ക് നിഫ്റ്റിയുടെ ലഭിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ നമുക്ക് ഈ ഒരു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 59,280 എന്നുള്ള ഈ ഒരു സോണിന് മുകളിൽ ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം എൻട്രി എടുത്ത് പോയാൽ മതിയാകും. 59,280. ഓക്കെ, നമുക്ക് സപ്പോർട്ട് സോണായിട്ട് ഈ ഒരു സ്വിങ്ങിൽ കൊണ്ടുവയ്ക്കാവുന്നതാണ്. 58,930. ഇതിന് താഴെ മാത്രം ഡൗൺ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ എൻട്രി എടുത്താൽ മതിയാവും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ 25,950 മുകളിൽ തന്നെ എൻട്രി എടുത്ത് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 25,050 മുകളിൽ ഇവിടെയാണ് ക്ലോസ് ചെയ്തത്. ഇവിടെ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് നമുക്ക് ഇവിടുന്ന് തന്നെ എൻട്രി ലഭിച്ചുകൊണ്ട് എൻട്രി എടുത്തു. ശേഷം താഴത്തേക്ക് വരികയാണ് ചെയ്തത്. താഴത്തേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് 34 പോയിന്റോളം താഴത്തേക്ക് വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സ്ട്രൈക്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവില്ല. തുടർന്ന് മുകളിലേക്ക് തന്നെ തിരിച്ച് കയറിയത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നും എൻട്രി എടുത്ത സ്ഥിതിക്ക് 110ഓളം പോയിന്റ് റാലി നിഫ്റ്റിയിൽ ലഭിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും 2 ഇൻഡെക്സുകളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നാളെ ഇൻട്രാഡേ ലെവലിൽ ട്രേഡ് ചെയ്യാനായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 26,110 മുകളിൽ ഇൻഡെക്സ് പോകുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എൻട്രി എടുത്താൽ മതിയാവും. 26,110 എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിക്കും. അതേസമയം സപ്പോർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിംഗിൽ വാച്ച് ചെയ്യാവുന്നതാണ്. 25,980. ഓക്കെ, 25,980 താഴെ പോവുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 25,980 താഴെ 25,850 വരെയും സപ്പോർട്ട് ഏരിയയാണ്. പ്രത്യേകം ശ്രദ്ധിച്ച് പുട്ട് സൈഡ് എൻട്രി എടുത്ത് പോവുക. ഓക്കെ, ഏതായിരുന്നാലും ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നിങ്ങൾ വാച്ച് ചെയ്യുക. ഈ 2 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്ത് നാളെ ഇവ ബ്രേക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.